സംസ്ഥാന രാഷ്ട്രീയത്തിൽ നമ്മൾ ഇന്ന് ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന വാർത്ത എന്ന് പറയുന്നത് സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞ സംബന്ധിച്ചുള്ളത് തന്നെയാണ്. അതിലെ ഒരു അനിശ്ചിതത്വം ഇനിയും നീങ്ങിയിട്ടില്ല. ഗവർണർ നിയമോപദേശം വിശദമായി പഠിച്ച ശേഷം ഒരു മറുപടി പറയാമെന്നുള്ളതാണ് ഇന്നലെ അദ്ദേഹം വ്യക്തമാക്കിയത്. ഇന്ന് അതിലൊരു തീരുമാനമുണ്ടാകും. നേരത്തെ ബുധനാഴ്ച സത്യപ്രതിജ്ഞ നടക്കും എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. അതായത് സജി ചെറിയാൻ മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തുന്നു എന്ന തീരുമാനം പൊതുവിൽ രാഷ്ട്രീയമായ തീരുമാനം കൈക്കൊണ്ടു. പക്ഷെ അതിലൊരു സാങ്കേതിക നടപടിക്രമമാണ് അവശേഷിക്കുന്നത്. കാരണം രാജ്ഭവൻ ഇക്കാര്യം അറിയിച്ചെങ്കിൽ കൂടിയും തീരുമാനം, അതിന്റെ സത്യം പറഞ്ഞ തീയതിയിൽ അന്തിമ തീരുമാനം പറയേണ്ടത് ഗവർണറാണ്. പക്ഷെ ആ തീരുമാനത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വമുണ്ട്. കാരണം ഗവർണർ ഇന്നലെയാണ് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് വന്നിറങ്ങിയത്. പക്ഷെ വന്നിറങ്ങിയതിന് ശേഷവും ഈ സജി ചെറിയാന്റെ ഒരു പ്രത്യേക കേസാണ്. അതുകൊണ്ട് തന്നെ അത്തരം ചില പരിശോധനകൾ വേണമെന്ന സൂചനയാണ് പുള്ളി പങ്കുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലുള്ള ഒരു അവ്യക്തത മാറിയിട്ടില്ല എന്നതാണ് അതിന്റെ വസ്തുത. എന്തായാലും ഈ രാഷ്ട്രീയ വിശകലനത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. തിരുവനന്തപുരത്തുള്ളത് നന്ദനാണ്. നന്ദൻ ഇതിന്റെ ഒരു രാഷ്ട്രീയ ചിത്രം പങ്കുവെക്കും. നന്ദൻ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? എന്താണ് തിരുവനന്തപുരത്ത് നിന്നും ഇന്ന് പ്രതീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ മുഖം? അതായത് ഈ സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തന്നെയാണോ ഇന്നത്തെ ഒരു ഫോക്കസ്? ഇക്കാര്യത്തിലുള്ള അനിശ്ചിതത്വം ഇന്ന് തന്നെ പരിഹരിക്കപ്പെടും എന്നൊരു പ്രതീക്ഷയുണ്ടോ? സജിത്, ആര്യ, രണ്ടുപേർക്കും എന്തായാലും ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത അത് തന്നെയാണ്. എന്തായാലും സജി ചെറിയാന്റെ ഈ ഒരു സത്യപ്രതിജ്ഞയുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും ഗവർണർ ഈ എളുപ്പത്തിൽ വഴങ്ങില്ല എന്ന ഒരു മട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം, സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് മുഖ്യമന്ത്രി ശുപാർശ ചെയ്തിട്ടുണ്ട്. എന്തായാലും എന്നിട്ട് കൂടി കൃത്യമായ രീതിയിൽ ഒരു നിയമോപദേശം തേടാൻ തന്നെയാണ് ഗവർണർ തീരുമാനിച്ചത്. പക്ഷേ ആ നിയമോപദേശത്തിൽ കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആ ഒരു നിയമോപദേശം കൃത്യമായി പഠിച്ച് ആ കാര്യത്തിൽ തീരുമാനമെടുത്തതിനു ശേഷം മാത്രമേ, ഇനി ഒരു വിശദീകരണം കേട്ടതിനു ശേഷം മാത്രം ഇതിലൊരു അന്തിമ തീരുമാനം എടുത്താൽ മതി എന്നാണ് ഗവർണറിന്റെ ഒരു നിലപാട്. എന്തായാലും രാജ്ഭവൻ സ്റ്റാൻഡിംഗ് കൌൺസിലിന്റെ നിയമോപദേശം അനുസരിച്ച് കൃത്യമായ രീതിയിൽ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സത്യപ്രതിജ്ഞയ്ക്കുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നും അത് മുഖ്യമന്ത്രിയുടെ വിവേചന അധികാരമാണെന്നും അത് തള്ളിക്കളയാനാകില്ല എന്നതുമാണ് രാജ്ഭവൻ സ്റ്റാൻഡിംഗ് കൌൺസിൽ ഗവർണർക്ക് നൽകിയ ഒരു നിയമോപദേശം. എന്തായാലും ആ ഒരു നിയമോപദേശത്തിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ രാജ്ഭവൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അത് ഗവർണറെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പത്തിൽ തീരുമാനം എടുക്കണ്ട എന്ന് തന്നെയാണ്. എന്തായാലും മുഖ്യമന്ത്രിയോടക്കം വിശദീകരണം തേടും. ചിലപ്പോൾ വീണ്ടും ഒരു നിയമോപദേശം തേടാനും ആ ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. എന്തായാലും ആ ഒരു വിഷയമൊക്കെ തന്നെയാണ് എന്തായാലും രാജ്ഭവൻ ഇന്നും പരിശോധിക്കുക. എന്തായാലും ആ ഒരു വിഷയത്തിൽ ചിലപ്പോൾ ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിയോട് അല്ലെങ്കിൽ സർക്കാരിനോട് ഒരു വിശദീകരണം തേടാമെന്ന് തന്നെയാണ് ഇന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മന്ത്രിയെ തീരുമാനിക്കുന്നത് അത് മുഖ്യമന്ത്രിയുടെ വിവേചന അധികാരമാണ്. അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ ഏറ്റവും സർക്കാരിന്റെ ഈ ഒരു നിയമപരമായ കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ അത് ഗവർണർക്ക് കൂടുതൽ കാലം അത് മാറ്റിവെക്കാനാകില്ല എന്നും അതിൽ സമയം കളയാനാകില്ല എന്നുമാണ് സർക്കാരിന്റെ ഒരു കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ആ ഒരു വിഷയത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് സർക്കാരിന്റെ ഒരു കണക്കുകൂട്ടൽ. ആ ഒരു കാര്യങ്ങളായിട്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കാശ്മീർ സന്ദർശനമൊക്കെ കഴിഞ്ഞ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തലസ്ഥാനത്തെത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്. അതായത് അസാധാരണമായ ഒരു കേസാണിത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയെ അപമാനിച്ചു എന്ന തരത്തിലുള്ള ഒരു കേസാണ് നിലനിൽക്കുന്നത്. തിരുവല്ല കോടതിയിൽ ഇപ്പോഴും ആ ഒരു കേസ് നിലനിൽക്കുകയാണ്. അതിൽ അന്തിമ തീരുമാനവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എന്ത് പുതിയൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായതെന്നാണ് ഗവർണറുടെ ഒരു ചോദ്യം. ആ ഒരു ചോദ്യം അത് പ്രസക്തമാണ്. കാരണം ഇപ്പോഴും ആ ഒരു കേസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. ആ ഒരു കേസിൽ ഇതുവരെയും തീർപ്പുണ്ടായിട്ടില്ല. ഇപ്പോഴും തിരുവല്ല കോടതിയിൽ ആ ഒരു കേസ് ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു കേസ് തീരുമാനമാകാത്ത സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് വീണ്ടും മുഖ്യമന്ത്രിയും സർക്കാരും ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത് എന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ചോദ്യം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇന്ന് ഗവർണർ മുഖ്യമന്ത്രിയോട് റിപ്പോർട്ട് തേടിയിരിക്കും. എന്തായാലും ആ ഒരു വിശദീകരണം തേടിയതിനു ശേഷം മാത്രമായിരിക്കും ഈ ഒരു സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞയുമായിട്ടുള്ള വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാവുക. സജിത്, തീർച്ചയായും നന്ദൻ, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട മറ്റു പുതിയ ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതായത് സജി ചെറിയാന്റെ മന്ത്രിസഭാ പുനഃപ്രവേശനത്തിന് തടസ്സങ്ങൾ അത്ര പെട്ടെന്ന് നീങ്ങില്ല. അനിശ്ചിതത്വത്തിന് മറ്റു ചില പശ്ചാത്തലങ്ങൾ കൂടിയുണ്ട്. അതായത് ഗവർണർക്ക് ആദ്യം നീക്കടിച്ച നിയമോപദേശത്തിൽ അത്
മുഖ്യമന്ത്രിയുടെ ശുപാർശ അംഗീകരിക്കേണ്ടി വരുമെന്നതായിരുന്നു. പക്ഷേ ഇന്നലെ വൈകിട്ട് കിട്ടിയ സജിത്ത് ആര്യ, വളരെ പ്രധാനപ്പെട്ട വിവരമായി ഇപ്പോൾ പുറത്തു വരുന്നത് സജി ചെറിയാൻ സത്യപ്രതിജ്ഞ ഉടനൊന്നും നടക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഗവർണർക്ക് വളരെ കൃത്യമായ നിയമോപദേശം ആ വിഷയത്തിൽ ലഭിച്ചിരിക്കുന്നു. കോടതിയുടെ തീരുമാനം ഈ വിഷയത്തിൽ വരാതെ ഒരു തരത്തിലുമുള്ള സത്യപ്രതിജ്ഞ അനുവദിക്കേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ നിയമോപദേശം. ആദ്യം മുതൽ ഈ വിഷയത്തിൽ ഇടപെടുകയും നിർണായകമായ ചില വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ വൈകിപ്പിക്കുകയും ചെയ്ത ഗവർണർക്ക് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഈ കാര്യം ഗവർണർ മാധ്യമങ്ങളോട് അത് അത്തരത്തിൽ വ്യക്തമാക്കുകയും ചെയ്യും. ഈ പോലീസ് കേസ് ഇത്തരത്തിൽ അവസാനിപ്പിച്ചു, പോലീസിന്റെ റിപ്പോർട്ട് കൊണ്ട് മാത്രം കാര്യമില്ല, കോടതിയിൽ ഈ വിഷയം ഇരിക്കുകയാണ്, നിയമപരമായ നടപടികൾ ബാക്കിയാണ്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉടൻ ഉണ്ടാകില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. രാജ്ഭവന്റെ നിർണായകമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. സജി ചെറിയാൻ നാളെയാണ് ചടങ്ങ് നിശ്ചയിച്ചിരുന്നത്. സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചന എന്ന് പറയുന്നത് സജി ചെറിയാൻ സത്യപ്രതിജ്ഞ ഉടനെ ഒന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഗവർണർ വളരെ കൃത്യമായി തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന കാര്യം, മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുത്താൽ അതിന്മേൽ ഇടപെടാനോ തടസ്സപ്പെടുത്താനോ ഗവർണർക്ക് ഒരു തരത്തിലുമുള്ള അധികാരം ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അത് നിയമപരമായി സാധുവല്ല എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം, ഗവർണർക്ക് ലഭിച്ച നിയമോപദേശം ഒരു തരത്തിലും സത്യപ്രതിജ്ഞ അനുവദിക്കേണ്ട എന്നുള്ളത് തന്നെയാണ്. കാരണം കോടതിയിൽ, തിരുവല്ല കോടതിയിൽ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട വളരെ കൃത്യമായ ഒരു കേസുണ്ട്. കോടതി പോലീസ് റിപ്പോർട്ടിന്മേൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല, പോലീസ് തെളിവില്ല, ഭരണഘടനയെ സജി ചെറിയാൻ അവഹേളിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിന്മേൽ കോടതി തീരുമാനം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരത്തിൽ ഗവർണർ ഇപ്പോൾ കൃത്യമായി തന്നെ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ ഒരു തീരുമാനം രാജ്ഭവനിൽ ഉണ്ടാകും എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. നാളെ ഏതായാലും സത്യപ്രതിജ്ഞ ഉണ്ടാകില്ല എന്ന് ഉള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതായത് ഗവർണർക്ക് അനുമതി നൽകാതിരിക്കാം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. കാരണം അധിക്ഷേപിച്ചിരിക്കുന്നത് ഭരണഘടനയാണ്. ആരോപണങ്ങളിൽ നിന്ന് പൂർണ്ണമായും കോടതി കുറ്റവിമുക്തനാക്കിയിട്ടുമില്ല. അതിൽ അത്തരത്തിൽ കുറ്റവിമുക്തനാണ് എന്ന് ബോധ്യം വരുന്നത് വരെ സജി ചെറിയാനെ വീണ്ടും മന്ത്രിയാക്കുന്നതിന് അനുമതി നൽകേണ്ട കാര്യമില്ല എന്ന നിയമോപദേശം ഗവർണർക്ക് സ്വീകരിക്കാവുന്ന നിയമോപദേശമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഉടൻ അനുമതി നൽകുന്നതിന് പകരം മുഖ്യമന്ത്രിയോട് ഗവർണർ കൃത്യമായി വിശദാംശങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വിശദാംശങ്ങൾ അല്പം കൂടി ലഭ്യമാകേണ്ടതുണ്ട്. ഡോക്ടർ എസ് ഗോപകുമാരൻ നായർ, ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിൽ കൂടിയായ അദ്ദേഹമാണ് ഇത്തരത്തിൽ ഒരു നിയമോപദേശം ഗവർണർക്ക് നൽകിയിരിക്കുന്നത്. അടിയന്തരമായി ഈ വിഷയത്തിൽ നടപടി ആവശ്യമില്ല എന്ന് പറയുന്നു. ഭരണഘടനയോട് കൂറു പുലർത്തുക എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റ സജി ചെറിയാൻ ഭരണഘടന അധിക്ഷേപത്തിന്റെ പേരിലാണ് രാജിവെച്ചത് നമുക്കറിയാം. ഇനിയും ഭരണഘടനയെ തൊട്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് രണ്ടാമത് പിണറായി സർക്കാരിലേക്ക് മന്ത്രിയെ അധികാരമേൽക്കേണ്ടത്. സ്വാഭാവികമായും ആ വിഷയത്തിൽ നിയമപരമായ കുരുക്കുകൾ മുറുകിയിരിക്കെ, കോടതിയിൽ കേസിരിക്കെ, ഒരു പോലീസ് റിപ്പോർട്ടിനെ മാത്രം അടിസ്ഥാനമാക്കി ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ട എന്ന വളരെ കൃത്യമായ തീരുമാനം രാജ്ഭവന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്, അതായത് 12 മണി നിർണായകമാണ്, 12 മണിക്ക് രാജ്ഭവനിൽ നിന്ന് ഈ വിഷയത്തിൽ വളരെ കൃത്യമായ വിവരങ്ങൾ സർക്കാരിന് കൈമാറും, മാധ്യമങ്ങൾ കൈമാറുമെന്നാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ സൂചനകൾ. സജിത്ത്, രഞ്ജിത്ത് ഒന്ന് ഇടപെടുകയാണ്. അതായത് ഇന്നലെ ഗവർണർ ഡൽഹിയിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണത്തിൽ തന്നെ ഇതിന്റെ അകത്തുണ്ടാകാൻ പോകുന്ന ചില അനിശ്ചിതത്വങ്ങളുടെ സൂചനകൾ ഉണ്ടായിരുന്നു. കാരണം ഇതൊരു പ്രത്യേക സാഹചര്യം ഈ കേസിനുണ്ട് എന്നതാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ഇന്നലെ തന്നെ പങ്കുവച്ചത്. അതായത് മുഖ്യമന്ത്രി തന്റെ മന്ത്രിസഭയിലേക്ക് ഒരു അംഗത്തെ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാഹചര്യം ഒരുക്കണമെന്ന് രാജ്ഭവന്, അതായത് ഗവർണർക്ക് ശുപാർശ നൽകുന്നു. പക്ഷേ അത് നിഷേധിക്കപ്പെടുന്നു. അതിന് ചില നിയമപ്രശ്നങ്ങളുണ്ട് എന്നൊരു നിലപാടിലേക്ക് ഗവർണർ വരുന്നു. സ്വാഭാവികമായും സംസ്ഥാനത്ത് മുമ്പ് എങ്ങുമില്ലാത്ത തരത്തിലുള്ള ഒരു അസാധാരണ സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു എന്നുകൂടി ഒരു വ്യക്തത വരികയല്ലേ ഇന്നത്തെ ഗവർണറുടെ നീക്കം? തീർച്ചയായും സഹിത, അതിന്റെ പ്രസക്തി എന്ന് പറയുന്നത് നമുക്കറിയാം, സർക്കാരും ഗവർണറുമായുള്ള പോര് അത് വല്ലാത്ത തലത്തിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് ഇങ്ങനൊരു വിഷയം ഗവർണർക്ക് മുന്നിലേക്ക് വരികയും നമ്മളൊക്കെ വിചാരിച്ചിരുന്നത്, രാഷ്ട്രീയ കേന്ദ്രങ്ങളും സർക്കാരും CPM ഒക്കെ വിചാരിച്ചിരുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഗവർണർ ഈ വിഷയത്തിൽ അനുമതി നൽകും. കാരണം മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു ശുപാർശ, മന്ത്രിസഭ അല്ലെങ്കിൽ ഇത്തരത്തിൽ ശുപാർശ ഈ ഗവർണർക്ക് നൽകുകയും സഹിച്ചത് സത്യപ്രതിജ്ഞ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്താൽ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല, അതിനെ എതിർക്കുക എന്നുള്ളത്. പക്ഷേ ഗവർണർ വളരെ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ നിയമോപദേശം തേടുന്നു. നിയമോപദേശത്തിന്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച വിവരം എന്ന് പറയുന്നത്, ഈ മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പ്രപ്പോസൽ നൽകിയാൽ അത് അംഗീകരിക്കുക മാത്രമാണ് ഗവർണറുടെ ചുമതല. അതിന്മേൽ മറ്റു ചോദ്യം ചെയ്യലുകൾക്കുള്ള സാധ്യതയില്ല. പക്ഷേ ഗവർണർ വീണ്ടും ഈ വിഷയത്തിൽ കൂടുതലായി നിയമപരമായ അതിന്റെ കാര്യങ്ങൾ ആരായുകയും ഈ ഭരണഘടന
ലംഘനം, ഭരണഘടനയെ അധിക്ഷേപിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു കേസ് നിലനിൽക്കെ എങ്ങനെ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇരിക്കുന്ന ഒരു മന്ത്രിയെ അതിന് അനുവദിക്കാം എന്ന പ്രസക്തമായ ചോദ്യം ഉയരുകയും ചെയ്തു. സ്വാഭാവികമായും അതിന്മേൽ ഗവർണർക്ക് ലഭിച്ച നിയമോപദേശം ഈ വിഷയത്തിൽ ഒരു കാലതാമസം ഉണ്ടാക്കിയെടുക്കാം. വേണമെങ്കിൽ ഗവർണറോട് മുഖ്യമന്ത്രിയോട് ഈ വിഷയത്തിൽ വിശദീകരണം ഒന്നുകൂടി ചോദിക്കാം, തൽക്കാലം അനുവദിക്കാതിരിക്കാം എന്ന് പറയുമ്പോൾ സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞ ഗവർണറുടെ ഈ പറഞ്ഞതുപോലെ കൺസെന്റ് ഇല്ലാതെ, ഗവർണർ അനുവാദമില്ലാതെ നടക്കില്ല എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ്. ഗവർണർ അതിന്മേൽ ഒരു തടയിടുന്നു, വളരെ കൃത്യമായി ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നു, നിയമോപദേശം ഗവർണർക്ക് അങ്ങനെ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ കുറച്ചുകൂടി വിശദീകരണം ലഭിക്കാതെ സജി ചെറിയാനെ സത്യപ്രതിജ്ഞ അനുവദിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തുകയാണ്. സ്വാഭാവികമായും നാളെ സർക്കാർ നിശ്ചയിച്ചിരുന്ന പരിപാടി മാറ്റിവെക്കേണ്ടി വരും. സജിയുടെ മന്ത്രിസഭയിലേക്കുള്ള മടങ്ങിവരവ്, രണ്ടാമതായി പിണറായി മന്ത്രിസഭയിലേക്കുള്ള മടങ്ങിവരവ് വൈകും. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഗവർണർ പൂർത്തിയായി കഴിഞ്ഞു. അദ്ദേഹം ആ രീതിയിൽ മുന്നോട്ട് പോയാൽ സർക്കാരിന് മുന്നിൽ മറ്റു നിർവാഹമില്ല. കാരണം ഗവർണർക്ക് ഈ വിഷയത്തിൽ പറഞ്ഞു നിൽക്കാൻ കാര്യകാരണങ്ങളുണ്ട്. തിരുവല്ല കോടതിയിൽ കൃത്യമായ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേസ് കിടക്കുന്നുണ്ട്. സർക്കാരിന്റെ പോലീസ് അന്വേഷിച്ചൊരു കേസ് സ്വാഭാവികമായും ഭരണഘടനയെ അധിക്ഷേപിച്ചിട്ടില്ല. ഭരണഘടനയെ അത്തരത്തിൽ അതിൻ്റെ അധിക്ഷേപം എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ പോലും ആ വാക്കുകൾ വളരെ പ്രസക്തമാണ്. ഭരണഘടനയെ കൃത്യമായി സജി ചെറിയാൻ അധിക്ഷേപിച്ചിരുന്നു. ആ തരത്തിൽ ധാർമ്മികത പറഞ്ഞ് രാജിവെച്ചിരുന്നു. ആ ധാർമ്മികത ആ തരത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞു വരുന്നു. സ്വാഭാവികമായും ഗവർണർ ഈ വിഷയത്തിൽ തടയിടുന്നു. സജി ചെറിയാന്റെ മന്ത്രിസഭയിലേക്കുള്ള മടങ്ങിവരവ് വൈകുന്നു. ഈ വിഷയത്തിൽ ഇനിയും CPM-ഉം സർക്കാരും എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് പ്രസക്തമാണ്. ഭരണഘടനാ വിദഗ്ധർ, നിയമ വിദഗ്ധർ നൽകിയ ഉപദേശം അനുസരിച്ച് വളരെ കൃത്യമായി തന്നെ ഗവർണർ ഈ വിഷയത്തിലും തീരുമാനമെടുക്കുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. സൈത്ത്, രഞ്ജിത്ത്, ഈ കേസിൽ മറ്റൊരു പശ്ചാത്തലം കൂടിയില്ലേ? കാരണം ഇതൊരു ഭരണഘടനയെ വിമർശിച്ച ആ തരത്തിൽ തള്ളിപ്പറഞ്ഞു എന്ന ആരോപണം നേരിടുന്ന ഒരു കേസ് കൂടിയാണ്. അതായത് ഇപ്പോൾ പോലീസ് ഒരു അനുകൂല റിപ്പോർട്ട് കൊടുത്താൽ പോലും ഇന്ത്യയിലെ ഏത് കോടതിയിലും ആർക്കും ഒരു നിയമ പോരാട്ടത്തിന് വഴി തുറക്കുന്ന ഒരു പ്രശ്നമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത് എന്ന സൂചനകൾ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. അത്തരം ചില നിയമപരമായ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്തു. അത്തരം ചില സാഹചര്യങ്ങൾ കൂടി ഗവർണർ പരിഗണിച്ചു ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പുനഃപ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്നുകൂടി നമുക്ക് വിലയിരുത്താനാവുമോ? തീർച്ചയായും സൈത്ത്, അതിൻ്റെ ഒരു കാര്യം, നമുക്ക് ആ പ്രസംഗം വളരെ കൃത്യമായി തന്നെ അന്ന് നമ്മളാണ് ആദ്യം വാർത്ത കൊടുക്കുന്നത്. അതിനുശേഷം എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്തൊരു പ്രസംഗമാണ്. അതിൽ ഭരണഘടനയെ കൃത്യമായുള്ള അധിക്ഷേപം ഉണ്ടായിരുന്നു. കുന്തവും കുടച്ചക്രവും എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ച് താൻ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു ഭരണഘടനയെ ഒരു പാർട്ടി പരിപാടിയിൽ വളരെ കൃത്യമായി സജി ചെറിയാൻ അധിക്ഷേപിക്കുന്നു. ഇതിൽ പോലീസിന്റെ അന്വേഷണ വഴി എന്ന് പറയുന്നത് മൊഴിയെടുക്കലൊക്കെ വൈകി. ഈ വേദിയിൽ സന്നിഹിതരായിരുന്ന CPM-കാരുടെ മൊഴിയെടുക്കുകയും അവരുടെ മൊഴി അനുസരിച്ചുള്ള റിപ്പോർട്ട്, അതായത് സജി ചെറിയാൻ അനുകൂലമായ, സർക്കാരിന് അനുകൂലമായ ഒരു റിപ്പോർട്ട് പോലീസ് ആ തരത്തിൽ കോടതിയിൽ സമർപ്പിക്കുകയുമായിരുന്നു. അതിൽ പക്ഷേ ഈ ഭരണഘടനാ അധിക്ഷേപം എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ അന്ന് നമ്മൾ സംസാരിച്ച ഭരണഘടനാ വിദഗ്ധരും നിയമവിദഗ്ധരും ഒക്കെ പറഞ്ഞതാണ്. ഒരിക്കലും ഒരു മന്ത്രിക്ക് ഭരണഘടനയെ പലതരത്തിൽ വ്യാഖ്യാനിക്കാം, പക്ഷേ അധിക്ഷേപം എന്നുള്ളത് ഒട്ടും ഭൂഷണമായ കാര്യമല്ല. പ്രത്യേകിച്ചും ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിസഭയിലെ ഒരു മന്ത്രി എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി തന്നെ അക്കാര്യത്തിൽ ഒരു നിയതമായ കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അത് സജി ചെറിയാന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അത് വളരെ കൃത്യമായി വാർത്ത പുറത്തു വരികയും 24 മണിക്കൂറിനുള്ളിൽ ആ മന്ത്രി രാജിവെക്കുന്ന ഒരു സാഹചര്യം ഒരുങ്ങി വരികയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അത് ധാർമ്മികത എന്ന വളരെ പ്രസക്തമായ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പിണറായി വിജയനും ഒപ്പം മന്ത്രി സജി ചെറിയാനും ഈ വിഷയത്തിൽ രാജി തീരുമാനമെടുക്കുന്നത്. ആ ധാർമ്മികതയ്ക്ക് ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന സുപ്രധാനമായ ചോദ്യം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. മറ്റ് നിയമ വിദഗ്ധർ ഉന്നയിച്ചിരുന്നു. ഇപ്പോഴും ആ വാക്കുകൾ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നു. കോടതിയുടെ തീരുമാനവും വന്നിട്ടില്ല. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ സജി ചെറിയാന് ഈ വിഷയത്തിൽ സജി ചെറിയാന്റെ പ്രതിപ്രതിജ്ഞ വൈകിപ്പിക്കുന്നതിൽ ഗവർണറുടെ നീക്കം അത്തരത്തിൽ ഫലം കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ വിശദീകരണം അദ്ദേഹം ചോദിച്ചിരിക്കുന്നു. വിശദീകരണം നൽകേണ്ടതുണ്ട്. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ മന്ത്രിയെ സത്യപ്രതിജ്ഞ അനുവദിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായ വിശദീകരണം നൽകുന്നുണ്ട്. ഒരു പോലീസ് റിപ്പോർട്ട് കൊണ്ട് മാത്രം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുമോ എന്ന പ്രസക്തമായ ചോദ്യം ഉന്നയിക്കുന്നു. കോടതിയിലുള്ള കേസ്, നേരത്തെ പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം, കോടതിയിൽ കേസുണ്ട്. ഈ പരാതി നൽകിയ ആൾ മറ്റ് കോടതികളിലേക്ക്, ഉയർന്ന കോടതികളിലേക്ക് പോകുമെന്ന് വളരെ കൃത്യമായി പറഞ്ഞൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് എന്തെങ്കിലും പരാമർശമുണ്ടായാൽ വീണ്ടും രാജിവെക്കേണ്ട സാഹചര്യം ഈ സജി ചെറിയാന് വരില്ലേ എന്ന പ്രസക്തമായ ചോദ്യവും ഗവർണർ രാജ്ഭവൻ ചോദിക്കുന്നുണ്ട്. അത് അത്തരത്തിൽ നിരവധിയായ നിയമപ്രശ്നങ്ങൾ നിലനിൽക്കെ എന്തിന് തിടുക്കപ്പെട്ട് സജി ചെറിയാനെ വീണ്ടും മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണം എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യം, അതിന് ഗവർണറുടെ ഇപ്പോഴത്തെ നടപടി ബലമേവുകയാണ്. സജിത്ത്,
അതാണ് സാഹചര്യം. എന്തായാലും സജി ചെറിയാന്റെ മന്ത്രിസഭയിലേക്കുള്ള പുനഃപ്രവേശനത്തിന് വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നു. സംസ്ഥാനത്ത് അസാധാരണമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. അതെ, രണ്ടാം പിണറായി സർക്കാർ കരുതിയിരുന്നത് എത്രയും വേഗം സജി ചെറിയാനെ മന്ത്രിസഭയിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും, നിയമപരമായി അതിന് തടസ്സങ്ങളൊന്നും ഇല്ല എന്നുള്ളതായിരുന്നു. ആ ഒരു പുനഃപ്രവേശനം ഏറ്റവും എളുപ്പത്തിൽ സാധ്യമാകും എന്നുള്ളതായിരുന്നു. പക്ഷേ രാഷ്ട്രീയമായി നമ്മൾ വിലയിരുത്തുമ്പോൾ ഗവർണർ എന്തായാലും ആ ഒരു വിഷയത്തിൽ ഒരു തടസ്സം സൃഷ്ടിക്കും എന്നുള്ളത് സുനിശ്ചിതം തന്നെയായിരുന്നു. പക്ഷെ അതിൽ നിയമപരമായി എങ്ങനെ ഗവർണർക്ക് ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ സാധിക്കും എന്നുള്ളതായിരുന്നു നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. എന്തായാലും ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ നിയമോപദേശം ഗവർണർക്ക് അനുകൂലമായി തന്നെ ലഭിച്ചിരിക്കുകയാണ്. അതെ, തീർച്ചയായും. അതായത് ഈ വിഷയത്തിൽ ഗവർണർ മുഖ്യമന്ത്രിയുടെ ശുപാർശ അംഗീകരിക്കപ്പെടുന്നു എന്നൊരു സൂചന ഒരു ഘട്ടത്തിൽ പുറത്തു വന്നതാണ്. പക്ഷേ അതിൽ നിന്നും വീണ്ടും സാഹചര്യം മാറി എന്നതാണ് വസ്തുത. ഇന്നലെ അദ്ദേഹം പുറത്തു വന്നപ്പോൾ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ തന്നെ അത്തരം സൂചനകൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് 12 മണിക്ക് ഗവർണർ വീണ്ടും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സ്വാഭാവികമായും ഗവർണറുടെ ആ പ്രതികരണം വളരെ നിർണായകമാണ്. ഒരുപക്ഷെ സജി ചെറിയാന്റെ രാഷ്ട്രീയ ഭാവിയെ പോലും സ്വാധീനിക്കുന്ന ഒരു തീരുമാനമായി അത് മാറിയേക്കാം.